സാർ ഇപ്പോൾ ഓൾറെഡി ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേരള മാർക്കറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദുബായ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ആക്ച്വലി ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷനാണ്. ഇനി അതൊരു ആലോചിച്ചെടുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചു എടുത്താന്ന് പറയാം. കാരണം അതൊരു കാൽക്കുലേറ്റഡ് ഒരു തീരുമാനമാണ്. ദുബായ് അല്ലെങ്കിൽ ദുബായ് എന്നല്ല, ആക്ച്വലി ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തെങ്കിലും നമ്മളുടെ മേഖലയിൽ ചെയ്യണമെന്ന് തോന്നി. ഇന്ന സ്ഥലത്ത് ചെയ്യണമെന്നില്ല, അത് ചിലപ്പം കേരളത്തിൽ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആലോചിച്ച് വന്ന സമയത്ത് ദുബായ് ഒരു ഓപ്ഷനായിട്ട് വന്നു. പ്ലസ് ദുബായ് ഈസ് എ വണ്ടർഫുൾ കൺട്രി. നമുക്കൊരു ബിസിനസ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഓപ്പർച്യൂണിറ്റി വൈസ് ആയാണല്ലോ ഒക്കെ ഞങ്ങളുടെ മേഖല, പ്രത്യേകിച്ച് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ആ ഒരു മേഖല ആയതുകൊണ്ട് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് വൈഡ് സിറ്റീസിലൊന്നാണ് ദുബായ് എന്ന് പറയാൻ പറ്റും. കാരണം നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ദുബായ് പോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് ഒരു മാസം 15,000+ അപ്പാർട്ട്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ അത്രയും പ്രോപ്പർട്ടീസ് ആണ് സെയിൽ ആവുന്നത് ഒരു മാസം. ദുബായ് വളരെ ചെറിയ സ്ഥലമാണ്. അപ്പൊ അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ദുബായ്. ഗവൺമെന്റ് റെഗുലേഷൻസ് ഇപ്പൊ കുറച്ചുകൂടി ബിസിനസ് ഫ്രണ്ട്ലി ആണ്. ആർക്കും ആണെങ്കിലും പോയി പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. റെഗുലേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് അങ്ങോട്ട് മാറാൻ തീരുമാനിച്ചത്.